പ്രിയപ്പെട്ടവരെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സഹോദരൻ അർജുൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ, കോഴിക്കോടുകാരൻ, കർണാടകയിലെ ഒരുപാട് ദിവസം, ഏകദേശം 8 ദിവസം പിന്നിട്ടു മണ്ണിൻ്റെ അടിയിലാണ് സുഹൃത്തുക്കളെ. മണ്ണിൻ്റെ അടിയിലാണ്. അർജുൻ മാത്രമല്ല, വേറെയും കുടുംബമുണ്ട് ആ മണ്ണിൻ്റെ അടിയിൽ. ഇതുവരെയും ആരെയും കണ്ടെത്താൻ പറ്റിയില്ല. നമ്മൾ ചിന്തിച്ചു നോക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെ ഓരോ ടെക്നോളജിയുടെ ഓരോ വളർച്ച നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. എന്നെയും നിങ്ങളെയും പോലത്തുള്ള ഓരോ ആൾക്കാർക്കും വന്നാലേ ഇതേപോലെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. മറിച്ച് ഒരു മന്ത്രിയുടെയോ അല്ലെങ്കിൽ ഒരു സിനിമാ നടിയോ അല്ലെങ്കിൽ സിനിമാ നടനോ ഇതേപോലെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ 24 മണിക്കൂറിനുള്ളിൽ അവരെങ്ങനെയെങ്കിലും അതിൽ പുറത്തെടുക്കും. ഇതൊരു ഒരു ലോറി ഡ്രൈവറാണ് ഈ അർജുൻ എന്ന് പറയുന്നത്. സാധാരണക്കാരൻ അങ്ങനെ തന്നെ പറയണം. ആദ്യം ഒന്നും ഈ കർണാടക സർക്കാരോ അവിടുത്തെ പോലീസുകാരോ യാതൊരു മൈൻഡും ആക്കാതെ വിട്ട കേസാണ്. അവസാനം കേരളത്തിൽ നിന്ന് ഒരുപാട് മന്ത്രിമാരെ കൊണ്ട് വിളിപ്പിച്ചു ഈ അർജുൻ്റെ വീട്ടുകാർ. അങ്ങനെയാണ് ഇത് കുറേ കൂടി പുറം ലോകം അറിയുന്നത്. നിങ്ങൾ ചിന്തിച്ച് നോക്കണം. 8 ദിവസം പിന്നിട്ടിട്ടും ആ ലോറിയോ അർജുനെ കണ്ടെത്താൻ പറ്റില്ല. നമ്മളെയൊക്കെ അവസ്ഥ എന്താണ് പ്രിയപ്പെട്ടവരെ? ഈ പറയണ്ടെന്ന് വിചാരിച്ചാണ്. ഒരുപാട് ദിവസമായി മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നീറി നിൽക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ അച്ഛനും അമ്മയും ഭാര്യയും ചെറിയൊരു മകനും, ഒറ്റൊരു മകനേ ഉള്ളൂ. ചിന്തിച്ച് നോക്കണം ആ കുടുംബത്തിൻ്റെ എത്രത്തോളം വേദന ഉണ്ടാവുന്നു. നമ്മളൊക്കെ കുറച്ച് കഴിഞ്ഞ് ഇത് മറക്കും. ആ കുടുംബത്തിന് ഇത് എത്ര കാലം അവർക്ക് മറക്കാൻ പറ്റുമോ ഇങ്ങനെ ഒരു കാര്യം? അപ്പം നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ സുഹൃത്തുക്കളെ, പ്രാർത്ഥിക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കൂ. അർജുനൊന്നും സംഭവിക്കല്ലേ, ആ കുടുംബത്തിന് ശക്തി കൊടുക്കണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കാം. വേറെ വഴിയില്ല സുഹൃത്തുക്കളെ, വേറെ വഴിയില്ല. ഈ അർജുൻ മാത്രമല്ല കേട്ടോ, അവിടെ അടുത്തൊരു ചായ കട നടത്തുന്ന ഒരു കുടുംബവും അതിനാ മണ്ണിൻ്റെ അടിയിൽ പെട്ടു എന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റിയത്. നിങ്ങൾ ചിന്തിച്ച് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും തീർച്ചയായും കമൻറ്റ് ചെയ്യണം. എൻ്റെ വിഷമം കൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ശരി.